ഏതൊരു കാലഘട്ടത്തെക്കാളും വൈഷമ്യമേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ കൗമാരക്കാരും യുവാക്കളും യുവതികളും കടന്നു പോകുന്നത്. അവരെ വഴിതെറ്റിക്കുവാൻ കഴുകൻ കണ്ണുകളുമായി കാത്തിരിക്കുന്ന അനേകം സാമൂഹ്യ ദ്രോഹികളെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. അറിഞ്ഞോ അറിയാതെയോ അവരുടെ പിടിയിലാപ്പെട്ട് അനേകം കുഞ്ഞുങ്ങളുടെ ഭാവി നശിച്ചു പോയിട്ടുണ്ട്. ചിലർ ലഹരിക്ക് അടിമയായിട്ട് തീർന്നിട്ടുണ്ട്, മറ്റു ചിലർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ തലമുറയെ നേരായി നയിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഉണ്ടെന്ന കാര്യം മറന്ന് പോകരുത്. യുവതലമുറ കൈവിട്ടു പോകുന്നുവെന്ന് വിലപിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. അത് തടയുവാൻ ചില കർമ്മപരിപാടികൾ നാം തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, സ്വയം ജീവിതം കൊണ്ട് അവർക്ക് മാതൃക കാട്ടിക്കൊടുക്കുക, പിന്നീട് അവരെ പഠിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, കപടഭത്തിൽ നിന്ന് പുറത്തു വരിക. യുവതലമുറ മുകളിൽ ഉദ്ദേശിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കുന്നവരാണ്. സ്വയം കാട്ടിക്കൊടുത്തിട്ട് പഠിപ്പിക്കുന്നവരെ അവർ മാതൃകയാക്കും. അതോടൊപ്പം കപടഭക്തിക്കാരെ അവർ അങ്ങേയറ്റം വെറുക്കുകയും ചെയ്യും. ഒന്നാമത്തേത് ചെയ്യുകയും രണ്ടാമത്തേത് കർശനമായി പാലിക്കുകയും ചെയ്താൽ നമ്മുടെ യുവതലമുറ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ ഇടയായിത്തീരും. നമ്മേക്കാൾ കൂടുതലായി അവർ ദൈവരാജ്യത്തിൻ്റെ വികസനത്തിനായി പ്രയോജനപ്പെടുകയും ചെയ്യും. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ട് മാറുകയില്ല. ആദ്യം ചെയ്തു കാണിക്കുന്നവരും പിന്നീട് പഠിപ്പിക്കുന്നവരുമായി തീരുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ കപടഭക്തി മുഴുവനായും തേയിച്ച് തികച്ചും ദൈവഭക്തിയിൽ നാം ജീവിക്കുന്നത് നമ്മുടെ മക്കൾ കാണുവാനിടയായാൽ ഒരു കാരണവശാലും നമ്മുടെ മക്കൾ യേശുവിൽ നിന്ന് അകന്നു പോകുകയില്ല. ഒന്നാമത്തെ സ്വയം കാണിച്ചുകൊണ്ട് പഠിപ്പിക്കുക എന്നതാണ്. ഇതാദ്യം ചെയ്തത് യേശു കർത്താവ് തന്നെയാണ്. ശിഷ്യന്മാർക്ക് പരിശീലനം കൊടുത്ത കാലത്ത് അവിടുന്ന് എന്തെല്ലാം ചെയ്തുവോ അത് കർത്താവ് ചെയ്ത് പഠിപ്പിക്കുകയായിരുന്നു. അവിടുന്ന് ചെയ്യാത്ത ഒന്നും യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നില്ല. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു മാതൃകയായിരുന്നു. നമ്മുടെ മക്കൾ ഏറ്റവും ആഗ്രഹിക്കുന്നതും മറ്റൊന്നുമല്ല, അധ്യാപകരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ആത്മീയ നേതാക്കളിൽ നിന്നും അവരത് ആഗ്രഹിക്കുന്നു. അവർക്കിന്ന് ആവശ്യമായിരിക്കുന്നത് ആ നല്ല മാതൃകയാണ്. ദുഃഖത്തോടെ പറയട്ടെ, നമ്മുടെ ഇടയിൽ വിരളമായിരിക്കുന്നതും അത് തന്നെയാണ്. ഒരു ഭവനത്തിൽ കൗമാരത്തിലേക്ക് കാലൂന്നിയ മകനും പിതാവും കൂടെ പാർത്തിരുന്നു. വേറെ ആരും തന്നെ ആ ഭവനത്തിലുണ്ടായിരുന്നില്ല. ഒരു കടൽ തീരത്തായിരുന്നു അവരുടെ വീട്. സായം സന്ധ്യയെങ്കിൽ മകനെ ഉറക്കിക്കിടത്തിയിട്ട് ഈ പിതാവ് എന്നും ഇറങ്ങി ഒരു സ്ഥലത്തേക്ക് പോകുമായിരുന്നു. ചില ദിവസങ്ങളിൽ പാതി മയക്കത്തിൽ പിതാവ് പോകുന്നത് മകൻ കാണുമായിരുന്നു. അവനിങ്ങനെ പല ദിവസങ്ങൾ ചിന്തിച്ചു, എൻ്റെ ഡാഡി എവിടേക്കായിരിക്കും പോകുന്നത്. ഒരു ദിവസം അവന് ആകാംക്ഷയായി തൻ്റെ പിതാവ് എവിടേക്ക് പോകുമെന്ന് അറിയാനായിട്ട് അവൻ ആഗ്രഹിച്ചു. പതിവ് പോലെ മകനെ കിടത്തി പുതപ്പിച്ച് കിടത്തിയിട്ട് ആ പിതാവ് ഭവനത്തിൽ നിന്നും ആ സന്ധ്യയോടെ അടുത്ത സമയത്ത് ഭവനത്തിൽ നിന്ന് ഇറങ്ങി നടന്നു. ആ കടൽ തീരത്തോട് അല്പം പിതാവ് മുന്നോട്ട് പോയി. മകൻ എഴുന്നേറ്റ് പിതാവ് അറിയാതെ പിതാവിൻ്റെ കാലടികളെ പിന്തുടർന്നു. ആ പിതാവ് കുറച്ചു ദൂരം യാത്ര ചെയ്തു. മകനും പതുങ്ങി പതുങ്ങി പിതാവിൻ്റെ പിന്നാലെ ചെന്നു. എന്നാൽ പിതാവ് ചെന്ന് കയറിയത് ആ കടൽ തീരത്തുള്ള ഒരു മദ്യഷാപ്പിലായിരുന്നു. ഈ പിതാവ് അവിടെ ചെന്ന് കയറി എന്ന് മകൻ കണ്ടു കഴിഞ്ഞപ്പോൾ അല്പം കഴിഞ്ഞ് അവനും ആ മദ്യഷാപ്പിലേക്ക് കയറി. പിതാവ് ആ സമയം ഒരു കുപ്പിയിൽ നിന്ന് മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയമായിരുന്നു. മകനെ കണ്ട പിതാവ് ഞെട്ടി. നീ എന്താ ഇവിടെ വന്നത്? പിതാവിനോട് മകൻ ഇങ്ങനെ പറഞ്ഞു, ഡാഡി, ഞാൻ ഡാഡിയുടെ പാടുകളെ പിന്തുടരുകയാണ്. ശബ്ദനായിത്തീർന്ന പിതാവ് അവിടുന്ന് എഴുന്നേറ്റു. മകൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ഇറങ്ങി തിരികെ നടന്നു. അന്ന് ആ പിതാവ് ഒരു തീരുമാനമെടുത്തു, ഇനി ഞാൻ ഈ വഴിക്ക് വരികയില്ല. ഇനി മുതൽ നാം ചെയ്യുന്ന കാര്യം മാത്രം മക്കളെ നമുക്ക് പഠിപ്പിക്കാം. നാം പാലിക്കുന്ന മാത്രം പാലിക്കുവാനും അവരെയും പ്രേരിപ്പിക്കാം. നാം ചെയ്യാത്തൊരു കാര്യവും അവരെ പഠിപ്പിക്കില്ലെന്ന് തീരുമാനിക്കാം. നാം പാലിക്കാത്തത് അവരെ പഠിപ്പിക്കുവാൻ ശ്രമിച്ചാൽ ഹൃദയം കൊണ്ട് നമ്മെ അവർ അംഗീകരിക്കില്ല. അങ്ങനെ വന്നാൽ നാം അവർക്കൊരു മാതൃകയാവില്ല.
മാതൃകയല്ലാത്ത ജീവിതം ഒരു കാരണവശാലും അനുകരണീയമായിരിക്കുകയില്ല. രണ്ടാമത്തേത് കപടഭക്തിയാണ്. യുവതലമുറ വളരെയധികം വെറുക്കുന്ന ഒരു കാര്യമത്രേ ഇത്. നമ്മേക്കാൾ കൂടുതലായി കപടഭക്തിക്കാരെ തിരിച്ചറിയുവാൻ യുവതലമുറയ്ക്ക് കഴിയും. ദൈവസേനയിൽ മുട്ടുമടക്കി പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പസ്വരം കേൾക്കുവാൻ മനസ്സുവെച്ചാൽ നമ്മുടെ കപടഭക്തി ദൈവം വെളിപ്പെടുത്തി തരും. നമ്മുടെ കുഞ്ഞുങ്ങൾ യേശുവിൽ നിന്ന് അകലുവാൻ ഇടയാകാതിരിക്കട്ടെ. മക്കളുടെ മുമ്പിൽ ദൈവിക സത്യങ്ങൾ പറയുക മാത്രമല്ല, പ്രവൃത്തിയിൽ വെളിപ്പെടുത്തുമ്പോൾ അവരത് മാതൃകയാക്കി സ്വീകരിക്കും. ചരിത്രത്തിലേക്ക് നോക്കിയാൽ അനേകം നല്ല മാതാപിതാക്കൾ മക്കളെ നേരായ പാതയിൽ നടത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ തലമുറകൾ ദൈവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്കും ദൈവഭയത്തോടെ ഒരു ജീവിതം നയിക്കാം.